Hello my dear students. Today class we are going to learn the 8th chapter of the part 2 text. That is what is dealing with? It is dealing with let's walk along the soil. അപ്പം മണ്ണിലൂടെ നമുക്ക് നടക്കാം. നിങ്ങളൊക്കെ മണ്ണിലൂടെ നടക്കാറില്ലേ? How then we can start reading. How beautiful is our earth? നമ്മുടെ ഈ ഭൂമി എത്ര മനോഹരമാണ്. How lucky to be born in this soil. ഈ മണ്ണിൽ ജനിക്കാൻ നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാണ് അല്ലേ? Trees, houses holding their heads high in the soil. അപ്പൊ മരങ്ങളും വീടുകളും ഒക്കെ തലയുയർത്തി നിൽക്കണു അല്ലേ? മണ്ണിന്റെ മുകളിലാണ് ഇതൊക്കെ നിൽക്കുന്നത്. Butterflies buzzing to suck sweet honey. അപ്പൊ ബട്ടർഫ്ലൈസ് പൂമ്പാറ്റകൾ എന്താ ചെയ്യുന്നത്? ഹണി സക്ക് ചെയ്യുക. എവിടെന്നാ? പ്ലാന്റ്സിൽ നിന്ന്. Farmers toiling hard to reap gold from the soil. അല്ലേ? Farmers ഉഴുതുമറിക്കുക. എന്തിനാ? To reap gold. സ്വർണത്തിന് വേണ്ടിയിട്ടാണോ? അല്ല, സ്വർണം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? They are cultivating food for us, isn't it? അവര് കൃഷി ചെയ്ത് മണ്ണിലൂടെ കൃഷി ചെയ്ത് നമുക്ക് ധാന്യങ്ങൾ ഉണ്ടാക്കി തരികയാണ്. ന്യൂമറസ് ക്രീച്ചേഴ്സ് ക്രൈയിങ് ഔട്ട് ദിസ് ലാൻഡ്സ് ഈസ് അവേഴ്സ് ടു. അപ്പൊ അതിലുള്ള പല ജീവികളും ജീവജാലങ്ങളൊക്കെ എന്താ പറയുന്നത്? ഈ ഭൂമി ഞങ്ങളുടെ കൂടിയാണ്. Let us play in the soil and grow joyfully, sensing the smell of the soil. Let us play in the soil. അപ്പൊ നമുക്ക് ഈ മണ്ണിലൂടെ കളിക്കാം. എന്നിട്ട് മണ്ണിന്റെ മണം അല്ലെ? മഴ പെയ്യുന്ന സമയത്ത് പുതുമഴ പെയ്യുന്ന സമയത്ത് നമുക്ക് ആ മണ്ണിന്റെ മണം ഫീൽ ചെയ്യാൻ പറ്റും, സ്മെൽ ചെയ്യാൻ പറ്റും അല്ലെ? Let us try to know more about the soil. അപ്പൊ let us try to know more about the soil. നമുക്ക് മണ്ണിനെ കുറിച്ച് കൂടുതൽ അറിയാം. ഉണ്ണിക്കുട്ടൻ and മണിക്കുട്ടി were playing making mud buns in the coconut shells. അല്ലെ? നിങ്ങളൊക്കെ ഇത് കളിച്ചിട്ടുണ്ടോ? വീട്ടിൽ ഇതൊക്കെ കളിക്കാറുണ്ടോ? ഉണ്ണിക്കുട്ടൻ. അപ്പൊ ഇതിലെ രണ്ട് ക്യാരക്ടേഴ്സിന്റെ നെയിം എന്താ? ഉണ്ണിക്കുട്ടൻ ആൻഡ് മണിക്കുട്ടി. സോ they were playing making mud buns in the coconut shells. അതായത് ചിരട്ട ഉപയോഗിച്ച് അവരെന്താ ചെയ്യുന്നത്? മൺകൂന ഉണ്ടാക്കുകയാണ്. ബണ്ണ് പോലെ, ബണ്ണ് കണ്ടിട്ടില്ലേ? അതുപോലെ ഉണ്ടാക്കുക. While filling the coconut shell with mud, ഉണ്ണിക്കുട്ടൻ saw a tiny creature in the mud. അപ്പൊ ഉണ്ണിക്കുട്ടൻ എന്താ കാണുക? മഡ്, ഈ ഷെല്ലില് മഡ് നിറച്ചുകൊണ്ടിരിക്കുമ്പോ എന്താ കാണുക? A tiny creature, ചെറിയ ജീവിനെ കാണും. He shouted in fear, Mom, a snake. അപ്പൊ അലറി വിളിക്കുക പേടിച്ചിട്ട്. എന്താന്ന് പേടിച്ചിട്ട്? ചെറിയ കുട്ടികൾക്ക് അറിയണത് എന്താ? പാമ്പിനെ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇതൊരു ചെറിയ പാമ്പാവെന്ന് വിചാരിച്ചിട്ടാണ് അവർ നിലവിളിക്കണത്. ഹിസ് മദർ കെയിം റണ്ണിങ്. അമ്മ ഓടി വന്നു. ഷെയിം ഉണ്ണിക്കുട്ട, ദാറ്റ്സ് ആൻ എർത്ത് വർം. അപ്പൊ അമ്മ പറയാ, അയ്യേ നാണക്കേട്, ഇതൊരു മണ്ണിരയല്ലേ, ഇതിനാണോ നീ ഇത്ര ഒച്ച വെച്ചത് എന്ന് പറയാ. എ പോർ ക്രീച്ചർ ഓഫ് ദ സോയിൽ. അല്ലേ? മണ്ണിലെ പാവായ ഒരു ക്രീച്ചർ, ഒരു ജീവിയാണിത്. ഡസ് ഇറ്റ് ബൈറ്റ്? മണിക്കുട്ടി റേസ്ഡ് എ ഡൗട്ട്. അപ്പൊ മണിക്കുട്ടിക്ക് സംശയമായി. എന്താ സംശയം? അത് കടിക്കോ? നോ, നെവർ. ഇറ്റ് ഈസ് എ ലിറ്റിൽ ക്രീച്ചർ ദാറ്റ് ഹെൽപ്പ് us. അപ്പൊ നമ്മളെ സഹായിക്കുന്ന ഒരു ചെറിയ ജീവിയാണിത്. മദേഴ്സ് വേർഡ്സ് വേറെ റിലീഫ് ടു ഉണ്ണിക്കുട്ടൻ ആൻഡ് മണിക്കുട്ടി. അപ്പൊ മദറുടെ വാക്കുകള് ഉണ്ണിക്കുട്ടനും മണിക്കുട്ടിക്കും ഒരു ആശ്വാസമായിരുന്നു. ഫ്രണ്ട്സ്, അപ്പൊ ഇതിൽ എന്താ പറയണത്? ഐ ആം ആൻ എർത്ത് വർം. മണ്ണിരനെ കുറിച്ച് തന്നെ പറയുകയാണ്. ഇൻട്രൊഡക്ഷൻ അല്ലെ? ഐ ആം ആൻ എർത്ത്, ഞാൻ ഒരു മണ്ണിരയാണ്. ഡോണ്ട് ഐ ലുക്ക് ലൈക്ക് എ സ്മോൾ സ്നേക്ക്? എന്നെ കാണുമ്പോ ഒരു ചെറിയ പാമ്പിനെ പോലെ തോന്നുന്നില്ലേ? ബട്ട് ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് മീ. എന്നെ കണ്ട് നിങ്ങൾ ആരും പേടിക്കരുത്. ആസ് മൈ നെയിം സജസ്റ്റ്, ഐ ലിവ് ഇൻ ദ സോയിൽ. എന്റെ പേര് പോലെ ഞാൻ മണ്ണിലാണ് ജീവിക്കുന്നത്. ഐ മൂവ് ബൈ മേക്കിംഗ് സ്മോൾ ഹോൾസ് ഇൻ മോയ്സ്റ്റ് സോയിൽ. ഞാൻ എങ്ങനെയാ നീങ്ങുന്നത്? ബൈ മേക്കിംഗ് സ്മോൾ ഹോൾസ്, അതായത് മണ്ണില് ചെറിയ മാളങ്ങൾ ഉണ്ടാക്കിയിട്ടാണ്, ചെറിയ കുഴികൾ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ നീങ്ങുന്നത്. We move at least 70 times up and down in the soil in a day. ഞാൻ ഒരു ദിവസം 70 പ്രാവശ്യമെങ്കിലും മുകളിലേക്കും താഴേക്കുമായിട്ട് മണ്ണിന്റെ ഉള്ളിലേക്കുമായിട്ട് പോവാറുണ്ട്. Thus we make small burrows in the soil. അങ്ങനെയാണ് ഞാൻ മണ്ണിൽ ചെറിയ കുഴികൾ ഉണ്ടാക്കുന്നത്. This increase the passage of air through the soil. ഇങ്ങനെയാണ് മണ്ണിൽ എയർ സർക്കുലേഷൻ നടക്കുന്നത്. ഈ ചെറിയ ഹോൾസിലൂടെയാണ് എയർ സർക്കുലേഷൻ നടക്കുന്നത്. Our food is soil. So their main food, what is their main food? Their main food is soil. മണ്ണാണ് അവരുടെ മുഖ്യ ആഹാരം. The soil we excrete is good nature. അതായത് the soil we excrete, അവരുടെ വിസർജ്യം ഇല്ലേ, അത് നല്ലൊരു ഉത്തമ വളമാണ്. It may be because we keep tilling the soil day and night that we are called the friends of farmers. അല്ലെ? മണ്ണ് ഉഴുതുമറിക്കാൻ സഹായിക്കുന്നവര് കർഷകരുടെ മിത്രാവില്ലേ? അപ്പൊ മണ്ണിരേനെ earthworm is called as friends of farmers. How happy we are to be addressed this way. ഞങ്ങൾ എത്ര ഹാപ്പിയാന്നറിയോ ഇതുപോലെ അഡ്രസ് ചെയ്യാൻ. However, the chemical fertilizers and pesticides used for agriculture today have put our lives in danger. അതായത് ഇപ്പൊ ഉപയോഗിക്കുന്ന കെമിക്കൽ രാസവളങ്ങളില്ലേ, രാസവളങ്ങള്, കീടനാശിനികള്, ഇതൊക്കെ
ഇവർക്ക് ഡാമേജ് ആർക്ക് ദോസ് വിച്ച് ഈസ് ലിവിങ് ഓൺ ദ സോയിൽ മണ്ണിൽ ജീവിക്കുന്ന വസ്തുക്കൾക്കൊക്കെ ഇത് ഹാനികരമാണ്. Do you know how much we suffer due to the plastic waste that is being thrown away by you to the soil? അതായത് നിങ്ങൾ എറിയുന്ന ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് പ്ലാസ്റ്റിക് റിലേറ്റഡ് തിങ്സ് അത് എന്തിനു ഹാനികരമാണ്? മണ്ണിനെയും മണ്ണിനെ ജീവിക്കുന്ന ഇതുപോലത്തെ ജീവികൾക്കും ഹാനികരമാണ്. Dear friends, you must at least take the initiative to save our soil. Please let us live. അപ്പൊ നിങ്ങൾ ചെറിയ കുട്ടികൾ, it is your duty, ഇത് നിങ്ങളുടെ കടമയാണ്. എന്തെന്ന്? To save the soil. Please let us live. ഞങ്ങൾ ഇതിൽ ജീവിച്ചോട്ടെ with love. അപ്പൊ ഈ ലെറ്റർ എഴുതിയിരിക്കുന്നത് ആരാ? എർത്തുവം അല്ലെ, മണ്ണിനെയാണ് ഈ ലെറ്റർ എഴുതിയിരിക്കുന്നത്. Did not you read the earthworm's letter? Didn't you read the earthworm's letter? അതായത് നിങ്ങൾ ഈ ലെറ്റർ വായിച്ചില്ലേ? Which are the other creatures you have seen in the soil? വേറെ ഏതൊക്കെ ജീവികളാണ് നിങ്ങൾ മണ്ണിൽ കണ്ടത്? A voyage through nature. അപ്പൊ നേച്ചറിലേക്കുള്ള ഒരു വോയേജ് ആണ് നമ്മൾ നടത്തുന്നത് അല്ലെ? See, a voyage to nature. Observe the soil and the creatures living in it in your premises. അതായത് നിങ്ങളുടെ soil and the creatures, മണ്ണിൽ എന്തൊക്കെ ജീവികൾ ജീവിക്കുന്നുണ്ട് അല്ലെ? ചെറിയ പ്രാണികളൊക്കെ നമുക്ക് മണ്ണിൽ നിന്ന് കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രാണികൾ നോക്കി മനസ്സിലാക്കുക. Premises. Identify the creature in the soil. മണ്ണിലുള്ള ജീവികളെ മനസ്സിലാക്കുക. Remember to find out the plants growing in your school premises too. അതായത് നിങ്ങളുടെ സ്കൂളിൽ ഉള്ള ഈ ചെടികളൊക്കെ ഇല്ലേ, അതിലൂടെയും നടന്ന് നോക്കുക. Let us complete the table. അപ്പൊ ഇവിടെ 2 ടേബിൾ തന്നിട്ടുണ്ട്, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ക്രീച്ചേഴ്സ് ഇപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന എർത്ത് ഉണ്ട്, ടെർമൈറ്റ്സ് ഉണ്ട്, ആന്റ്ലിയോൺ ഉണ്ട്, പിന്നെ ആൻഡ് വി ക്യാൻ സീ അല്ലെ, ഉറുമ്പുകളെ കാണാം, ഉറുമ്പിന്റെ കൂനെയൊക്കെ നമുക്ക് മണ്ണിൽ കാണാറില്ലേ? അപ്പൊ എർത്ത് ടെർമൈറ്റ്സ് ചെതള്, then ആന്റ്ലിയോൺ ദാറ്റ് ഈസ് മണൽക്കൂനകൾ, ഇതൊക്കെ നമുക്ക് കാണാറില്ലേ? അതിനെ കുറിച്ചാണ് പറയുന്നത്. Let us come. Then next is about the plants. തുമ്പ, തൊട്ടാവാടി, കോക്കനറ്റ് പാമ്പ്, തുമ്പയും തൊട്ടാവാടിയും കോക്കനറ്റ്, പിന്നെ പലതരം വൃക്ഷങ്ങൾ. How many are the creatures and plants in the soil? മണ്ണിൽ എത്രമാത്രം ചെടികളും ജന്തുക്കളാണ് ഉള്ളത് അല്ലെ? There may be even more creatures and plants that we haven't noticed. ഇതിനെക്കാട്ടിയും കൂടുതൽ നമ്മൾ നോട്ടീസ് ചെയ്യുക, നമ്മൾ ഒബ്സർവ് ചെയ്യണതിനെക്കാട്ടിയും കൂടുതൽ ക്രീച്ചേഴ്സും പ്ലാന്റ്സും ഭൂമിയിലുണ്ട്. Many microorganisms invisible to the naked eyes also seen in the soil. So if we are taking the soil and that is observing, we can see substances which can be observed with our eyes, but which cannot be seen. അതായത് നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ ജീവികൾ പോലും ഉണ്ട് അല്ലെ? We also live in the soil where there are numerous known and unknown creatures. അതായത് നമ്മൾ ജീവിക്കുന്ന ഈ സോയിലിൽ നമുക്ക് അറിയാത്തതായി ഇഷ്ടം പോലെ ജന്തുക്കളും പ്ലാന്റ്സും എല്ലാം ഉണ്ട്. How was the soil around us formed? എങ്ങനെയാണ് ഈ സോയിൽ ഉണ്ടായത്? ഉണ്ണിക്കുട്ടൻ also had this doubt. ഉണ്ണിക്കുട്ടനും ഈ സംശയം ഉണ്ടായിരുന്നു അല്ലെ? മണിക്കുട്ടിക്ക് കൂടാതെ ഉണ്ണിക്കുട്ടനും സംശയം ഉണ്ടായിരുന്നു. മണിക്കുട്ടി rubbed 2 stones together and collected the soil particles. അതായത് മണിക്കുട്ടി എന്താ ചെയ്തത്? 2 കല്ല് എടുത്തിട്ട് ഒന്ന് ഉരച്ചപ്പോ what we are seeing there is seeing the soil particles അല്ലെ? മണ്ണ് പൊടിഞ്ഞത് കിട്ടും. That fell down on a piece of paper kept below. പേപ്പറിൽ താഴെ വെച്ചിരിക്കുന്ന പേപ്പറിലേക്ക് ഈ സോയിൽ പാർട്ടിക്കിൾസ് വീഴും. Look ഉണ്ണിക്കുട്ട, don't the soil particles look like the soil particle around us? അതായത് ഈ സ്റ്റോൺ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള ഈ മൺ പാർട്ടിക്കിൾസ് സോയിൽ പാർട്ടിക്കിൾസ് പോലെ ഇല്ലേ? So do stones break into small particles to form the soil. അതായത് കല്ലാണ് ചെറുതായിട്ട് മുറിഞ്ഞ് ഈ മണൽ തരികളാവുന്നത്. ഉണ്ണിക്കുട്ടൻ asked. Yes, stones and rocks break into small particles to form the soil. ഇത് അപ്പോഴാണ് ഉണ്ണിക്കുട്ടന് മനസ്സിലായത്, ടീച്ചർ നേരത്തെ പറഞ്ഞതാണല്ലോ. അപ്പൊ ഓരോന്നും ഒബ്സർവ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുക. അപ്പൊ ടീച്ചർ ഓൾറെഡി said, teacher told that the stones and rocks that were broken into small particles to form the soil. Then next, formation of the soil. അപ്പൊ മണ്ണ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? Formation of the soil. Soil is formed by the breaking down of stones and rocks. അതായത് സോയിൽ മണ്ണ് എങ്ങനെ ഉണ്ടായത്? കല്ലും പാറകളൊക്കെ പൊടിഞ്ഞിട്ടാണ് മണ്ണുണ്ടായത്. They break due to the and also due to what? Sun's heat, wind, rain and frictions അല്ലെ? ചൂടേറ്റും കാറ്റും മഴയും ഘർഷണം കൊണ്ടൊക്കെയാണ് എന്തുണ്ടായത്? ഈ മണ്ണുണ്ടായത്. This does not happen in a day. ഇത് 1-2 ദിവസത്തിൽ ഉണ്ടായതാണോ? അല്ല, വർഷങ്ങളോളം എടുത്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. Similarly, in several years, this soil hardens and forms. In the same way, the reverse process also occur. അതായത് റിവേഴ്സ് ആയിട്ടുള്ള പ്രോസസ്സും ഇതിൽ occur ചെയ്യും. What is that? Soil hardens and form rocks. മണ്ണ് കട്ടിയായിട്ട് എന്താവും? Rocks. They form rocks. കല്ലാവും.
When his father came in the evening, Unnikutan asked what he asked. Father, when we went to Appu Chetan's house, we saw red soil there. അപ്പോൾ അപ്പു ചേട്ടന്റെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾ ചുവന്ന മണ്ണാണല്ലോ കണ്ടത്. And at the seashore we saw fine sand. Why is it so? അതായത് ഞങ്ങൾ കടലിന്റെ അവിടേക്ക് പോയപ്പോൾ നമ്മൾ എന്താ കണ്ടത്? We saw fine sand. അല്ലെ, തരിയായ മണ്ണ് കണ്ടു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്? His father smiled and replied, all the soil that we see around us is not the same kind. അതായത് നമ്മളുടെ ചുറ്റും കാണുന്ന മണ്ണുണ്ടല്ലോ അതെല്ലാം സെയിം അല്ല. We can see some differences. ഇതിൽ ചില വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണാം. Soil. What type of soil is formed in your locality? അതായത് നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ നിങ്ങളുടെ പരിസരത്ത് ഏത് തരമുള്ള സോയിൽ ഉണ്ടായിരിക്കുന്നത്? Is the soil in your locality the same as the soil in different places you see when you travel? That is, when we are traveling, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം അല്ലെ, ഓരോ പ്രദേശത്ത് എത്തുമ്പോൾ മണ്ണിന്റെ ഒരു വ്യത്യാസം കാണാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്ഥലത്തും വേറെ സ്ഥലത്തൊക്കെ വ്യത്യാസം കാണാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സോയിൽ ഈസ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ്. അതായത് മണ്ണ് എന്ന് പറയുന്നത് പലതരമാണ്. ഏതൊക്കെയാ അത്? alluvial soil, sand, red soil, clay and black soil. That is, what are the soil? Alluvial soil, എക്കൽ മണ്ണ്, then sand, മണ്ണ്, ചുവന്ന മണ്ണ്, കളിമണ്ണ്, കരിമണ്ണ്. Okay, these are the soil that is being found. Alluvial soil is the top soil that is carried away by water and sedimented at a place. So alluvial soil that is good for cultivation. അപ്പോൾ alluvial soil എവിടെയാണ് കാണുന്നത്? ടോപ്പ് സോയിൽ, മേൽമണ്ണാണ് alluvial soil. അതിനെന്താ സംഭവിച്ച്? carried by water and sedimented at a place. വെള്ളത്തിൽ അത് ഒലിച്ചു പോയിട്ട് ഒരു സ്ഥലത്ത് അടിഞ്ഞുകൂടുക. Sand is mainly made up of tiny granules. Sand, മണ്ണ് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാ? ചെറിയ ഗ്രാനുൾസ് കൊണ്ട് ഉണ്ടാക്കിയതാണ് മണ്ണ്. Soil in red color is red soil. Red ചുവപ്പ് കളറിലുള്ളതാണ് എന്ത്? red soil. Clay soil is soil that is sticky. Clay soil എന്ന് പറയുന്നത് എന്താണ്? കളിമണ്ണാണ് അല്ലേ? Black soil is soil seen as black granules. Black അല്ലേ, കറുത്ത മണ്ണ് എന്ന് പറയുന്നത് കറുത്ത ഗ്രാന്യൂൾസ് ആയിട്ടാണ് കാണുന്നത്. Collect different types of soil and prepare. പലതരത്തിലുള്ള മണ്ണ് കളക്ട് ചെയ്തിട്ട് അതൊരു ആൽബം ആക്കുക അല്ലെ. നമ്മൾ നേരത്തെ ചാപ്റ്ററിൽ എന്താ പഠിച്ചത്? നമ്മൾ എന്താ ആൽബം ആക്കിയത്? ബട്ടർഫ്ലൈസ് അല്ലെ, വിവിധതരം പൂമ്പാറ്റകളുടെ ഒരു ആൽബം ഉണ്ടാക്കി. അപ്പൊ അതിന്റെ അടുത്ത പേജിൽ നമ്മൾ എന്താ ഉണ്ടാക്കുക? പലതരത്തിലുള്ള മണ്ണുകൾ കളക്ട് ചെയ്തിട്ട് or their pictures, collect their pictures and prepare an album. Unnikuta, Amma is calling. Now let's take a play after food. That is, we can eat. After that you can play. Amma varaya. My hands are dirty. So sorry. This is told by look Manikutti. This is told by Unnikutan. He is telling to Manikutti that is his hands are dirty. How is that? So much of dirt come from the soil. ഇത്രമാത്രം അഴുക്ക് എവിടെന്നാ വന്ന്? This dirt is formed from the soil and other things in the soil. ഇത് മണ്ണിൽ ഉണ്ടായിരുന്ന ചില സബ്സ്റ്റൻസും കൊണ്ട് ഉണ്ടായതാണ് ഇത്രമാത്രം ചളി. Okay. What is the composition of the soil? മണ്ണിലെ ഘടകങ്ങൾ ഏതൊക്കെയാ? Friends, what is the composition of the top soil? Let us try a simple experiment. That is, to understand the composition of the soil, we have to do one experiment. Simple experiment we have to do. അല്ലേ? അപ്പൊ മണ്ണിൽ എന്തൊക്കെയാ അടങ്ങിയിരിക്കുന്നത് അറിയാൻ നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാം. 4 ഗ്ലാസ് എടുക്കണം. Collect soil from various places. അതായത് 4 സ്ഥലത്ത് നിന്ന് മണ്ണ് എടുക്കണം. Around the well in your school. ഏതൊക്കെ സ്ഥലത്ത് നിന്നാണ് എടുക്കേണ്ടത്? കിണറ്, സ്കൂളിന്റെ കിണറിന്റെ അരികില്, then school yard, area around a tree and a playground. അല്ലേ? അതായത് പിന്നെ വൃക്ഷത്തിന്റെ ചോട്ടില്, നമ്മൾ കളിക്കണ സ്ഥലത്ത്, പിന്നെ സ്കൂളില് നമ്മൾ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത്. See what you take the same quantity. So see that you have taken, അതായത് quantity of water taken should be same. Put them in different classes and we have to put them in. അപ്പൊ ഏതിൽ നിന്നൊക്കെ എടുത്തത്? നമ്മള് സ്കൂളിന്റെ പരിസരത്ത് നിന്ന് എടുത്തു അല്ലെ, പിന്നെ കിണറിന്റെ അരികിൽ നിന്ന് എടുത്തു, പിന്നെ മരത്തിന്റെ ചോട്ടില്, കളിക്കണ സ്ഥലത്ത്. Put them in different glasses. Pour water and still water. ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇത് 4 ഗ്ലാസ്സിലാക്കിയിട്ട് അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 4 ഗ്ലാസ്സിലാക്കി അതിനുശേഷം ഇതിൽ വെള്ളം ഒഴിക്കണം അല്ലെ, കുറച്ച് വെള്ളം. So the quantity of water added should be same. നമ്മൾ എത്രമാത്രം വെള്ളം ഒഴിക്കണോ അതെല്ലാം സെയിം ആയിരിക്കണം. Then put them in different glasses. ഇത് പല ഗ്ലാസ്സിലായിട്ട് ഒഴിക്കുക. Pour water and stir well. വെള്ളം ഒഴിച്ച ശേഷം എന്താ ചെയ്യേണ്ടത്? നന്നായി ഇളക്കണം. Keep them still for some time. അത് ഇളക്കിയ ശേഷം കുറച്ചു നേരം അത് വെക്കുക. What all do you see, dear friends? അതിനുശേഷം എന്താ കാണുന്നത് എന്നുള്ളത് നമ്മൾ എഴുതി വെക്കണം. Write down the experiment note in the environment diary. So you should write this in your environmental science note. Okay. You might have seen soil settling down the bottom of the glass. അപ്പൊ ഇതിൽ നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുക? സോയില് അടിയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അല്ലെ. See,
നാല് സോയിലും സെറ്റിൽ ആയിട്ടുണ്ട്. വാട്ട് എൽസ് ഡു യു സീ അപ്പാർട്ട് ഫ്രം ദ സോയിൽ? ഈ മണ്ണിനെ കൂടാതെ നിങ്ങൾ വേറെ എന്താ കാണുക? ആറന്റ് ദിസ് certain other particles floating on the surface of the water in the glass? വേറെ പാർട്ടിക്കിൾസും അല്ലെ, മണ്ണിലുള്ള വേറെ പാർട്ടിക്കിൾസും നമ്മൾ എന്തിൽ കാണും? ഈ ഇതിൽ കാണും, വാട്ടറിൽ കാണും. Is the amount of particles in the soil taken from all the four areas same? അതായത് ഈ നാല് ഭാഗത്ത് നിന്നും നമ്മൾ എടുത്ത മണ്ണില് ഈ പാർട്ടിക്കിൾസ് സെയിം ആയിരിക്കുമോ? In which soil were the other particles greater quantity? ഏത് മൺപാത്രത്തിൽ മീൻസ് ആ ഗ്ലാസ്സിലാണ് ഈ ഡിഫറെന്റ് ആയിട്ട് മണ്ണിനെ കൂടാതെയുള്ള പാർട്ടിക്കിൾസ് കൂടുതൽ ഉണ്ടാവുക? അതിന്റെ റീസൺ എന്താ? വാട്ട് ആർ ദ തിങ്സ് യു കുഡ് സീ ഇൻ ദ സോയിൽ? എന്തൊക്കെ ഇതാണ് നമുക്ക് കാണാൻ പറ്റുക? ഡ്രൈ കമ്പിൾ, ദാറ്റ് ഈസ് ഉണങ്ങിയ ഇലകൾ കാണാൻ പറ്റും. ദെൻ ഉണക്കച്ചില്ലുകള്, കമ്പില്ലേ, കമ്പ്, പിന്നെ ചെറിയ പ്രാണികള്, പുഴുക്കള്, പേപ്പർ, ഇതൊക്കെ കാണാം. പിന്നെന്താ, പ്ലാസ്റ്റിക് കാണാം അല്ലെ? മണ്ണില് നമ്മൾ ഏതൊക്കെ ഭാഗത്തു നിന്നാണോ എടുത്തത് അതൊക്കെ കാണാൻ പറ്റും. ഉണങ്ങിയ ഇലകള്, ചെറിയ കമ്പ്, തടി, പിന്നെന്തൊക്കെയാ, ടൈനി ക്രീച്ചേഴ്സ്, പിന്നെ പീസസ് ഓഫ് പേപ്പർ. Most of such particles that collect on the top soil decay in the soil and make it fertile. അതായത് most of such particles and the top soil decay in the soil that collect on the top soil. അതായത് മേൽമണ്ണിൽ നിന്ന് നമ്മൾ എടുത്തില്ലേ, അത് വേഗം എന്തായി അലിഞ്ഞു ചേരും. and make it fertile. അത് മണ്ണിന് നല്ല ഒരു വളമാണ്. plants grow very well in that soil. ആ മണ്ണില് പ്ലാന്റ്സ് പെട്ടെന്ന് വളരും. such fertile soil is the best for cultivation. അങ്ങനത്തെ സോയിലാണ് എന്തിന്, കൃഷിക്ക് അനുയോജ്യമായത്. ഓക്കെ. മണിക്കുട്ടി, the soil has absorbed all the water I poured out for this plant. അപ്പൊ മണിക്കുട്ടി വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അല്ലെ, ഉണങ്ങിയ മണ്ണില് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ എന്താ കാണുക? the soil will be absorbing most of the water അല്ലെ. will the plant get at least some? അപ്പൊ ഇവിടെ ആലോചിക്കുക, ഈ ഒഴിക്കണ വെള്ളമൊക്കെ ഉള്ളിലേക്ക് പോവുകയാണല്ലോ, ഈ ചെടിക്ക് എന്തെങ്കിലും വെള്ളം കിട്ടുമോ? ഉണ്ണിക്കുട്ട, isn't the soil dried by the heat of the sun? It also be thirsty. It is the water in the soil that a plant absorbs through its roots. അതായത് അപ്പൊ ഉണ്ണിക്കുട്ടൻ ഇവിടെ പറയാ എന്താന്നാ, ഈ ഇതില്ലേ സോയില്, മണ്ണ്, അത് സൂര്യന്റെ ചൂടേറ്റിട്ട് ഉണങ്ങിക്കിടക്കുകയാണ്. അതും നല്ല ദാഹത്തിലാവുമല്ലോ, ഉണങ്ങിക്കിടന്നു കഴിഞ്ഞാൽ നല്ല ദാഹം ഉണ്ടാവും. It is the water in the soil that a plant absorbs. ഈ ഇത് എന്താണ്, മണ്ണിലേക്ക് ഒഴിക്കുന്ന വെള്ളമാണ് അത് വേര് വലിച്ചെടുക്കുന്നത്. Soil and water. Do all types of soil hold water in the same quantity? Prepare yourself for the next experiment. അതായത് എല്ലാ മണ്ണും ഒരേ അളവിലാണോ വെള്ളം വലിച്ചെടുക്കാറ്? ഇതിനുള്ള അടുത്ത എക്സ്പെരിമെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. കളക്ട് മഡി സോയിൽ ഫ്രം എ ഫീൽഡ്. അപ്പൊ എവിടെന്നാ കളക്ട് ചെയ്യേണ്ട? ഫസ്റ്റ് ചെളിമണ്ണില്ലേ, പാടത്തുള്ള ചെളിമണ്ണ് കളക്ട് ചെയ്യുക. റെഡ് സോയിൽ, ചുവന്ന മണ്ണ്. സാൻഡി സോയിൽ, മണത്തരികൾ. യു മസ്റ്റ് കളക്ട് ഓൺലി ഡ്രൈ സോയിൽ. അപ്പൊ ദിസ് ഹാസ് ടു ബി ഡ്രൈ. ഈ മൂന്ന് മണ്ണും നമ്മൾ എടുത്ത ശേഷം അതൊന്ന് ഉണക്കണം. എന്നിട്ട് എന്താ ചെയ്യുക? ടേക്ക് 3 കോക്കനട്ട് ഷെൽസ് ആൻഡ് പുട്ട് ഹോൾസ് ഇൻ ദം. അല്ലെ, 3 ചിരട്ടി എടുത്തിട്ട് അതിൽ ഹോൾ ഉണ്ടാക്കുക. കീപ് കോട്ടൺ ഓർ ക്ലോത്ത് ഇൻ ദ ഹോൾ ഓഫ് ദ കോക്കനട്ട് ഷെൽ. ആഫ്റ്റർ പുട്ടിംഗ് എ ഹോൾ യു ഹാവ് ടു കീപ് കോട്ടൺ ഓർ ക്ലോത്ത് ഇൻ ദ കോക്കനട്ട് ഷെൽസ്. Fill the 3 coconut shells with the soil collected. അപ്പൊ ഈ ഷെൽസിൽ നമ്മൾ ചിരട്ടയിൽ എന്താ വെക്കുന്നത്? That the soil we have collected. What are the soil that is being collected from the field, then from the red soil and also sandy soil that is being taken in the 3 coconut shells, which is being placed above the water glass. Not water glass, in the glass. See the soil taken. Soil എടുത്തത് എന്താണ്? ഈക്വൽ ക്വാണ്ടിറ്റി ആയിരിക്കണം അല്ലെ, ഒരേ അളവിലായിരിക്കണം. Now place a coconut shell on a glass tumbler. അപ്പൊ ഇത് എവിടെയാണ് നമ്മൾ വെക്കേണ്ടത്? ഗ്ലാസ് ടംബ്ലറിന്റെ മുകളിലാണ് വെക്കേണ്ടത്. Pour water in some quantity, in the same quantity in each of the shell. അപ്പൊ 3 ഷെല്ലിലും 3 ചിരട്ടയിലും ഒരേ അളവിൽ വെള്ളം വെക്കണം. Observe some time. കുറച്ചു നേരം ഇത് ഒന്ന് ഒബ്സർവ് ചെയ്യുക. Notice the quantity of water collected in the glass. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ വെള്ളം, ഗ്ലാസ്സിൽ കളക്ട് ചെയ്ത വെള്ളം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. Is it the same? അതൊക്കെ ഒരേപോലെയാണോ? Which of the soil in the coconut shell absorb more water? അപ്പൊ ഏത് ഷെല്ല്, ഏത് ചിരട്ടയിൽ നിന്ന് വരുന്നതാണ് കൂടുതലായിട്ട് വെള്ളം വലിച്ചെടുക്കുന്നത്? The capacity to absorb water is not the same. മൂന്നെണ്ണത്തിനും സെയിം ആണോ? No, it is not the same. അല്ലെ, എല്ലാ ടൈപ്പിനും സെയിം അല്ല. The capacity of sandy soil to absorb water is less. Which soil we are telling about? That is the sandy soil. Which one is that? മണൽ തരിയില്ലേ, അത്. Soil in the absorb more water, the capacity, it is not same.
It is absorbed. Sandy soil, that is മണൽ തരികളാണ് എന്ത് കുറച്ച് വെള്ളം അബ്സോർബ് ചെയ്യുന്നത്. Capacity of red soil that contains organic matter to absorb water is greater. അപ്പോൾ ഈ റെഡ് സോയിലിൽ എന്താ ഉള്ളത്? കുറേ ഓർഗാനിക് മാറ്റർ which is good for plants to cultivate. അല്ലേ? നല്ല കൾട്ടിവേഷന് കൃഷിക്ക് അനുയോജ്യമായത് ഏതാണ്? ചെമ്മണ്ണാണ്. അതാണ് കൂടുതൽ വെള്ളം അബ്സോർബ് ചെയ്യുന്നത്. The soil that is fertile and has greater capacity to absorb water is best for cultivation. കൂടുതൽ വെള്ളം വലിച്ചെടുക്കുന്നതാണ് കൃഷിക്ക് യോജ്യമായത്. ഉണ്ണിക്കുട്ട കം, ഐ വിൽ ഷോ യു എ ട്രിക്ക്. അപ്പൊ ഇവള് പറയാ, ഉണ്ണിക്കുട്ട ഒന്ന് വരൂ, ഞാൻ നിനക്കൊരു സൂത്രം കാണിച്ചു തരാം. ദിസ് ഈസ് എയർ ഇൻസൈഡ്, ദർ ഇസ് എയർ ഇൻസൈഡ് സോയിൽ. മണ്ണിന്റെ ഉള്ളില് വായു ഉണ്ട്. ടീച്ചർ ടോൾഡ് മീ സോ. അപ്പോഴാണ് ഉണ്ണിക്കുട്ടനെ എപ്പോഴും ആരെങ്കിലും പറയുമ്പോഴാണ് അങ്ങോട്ട് ചിന്തിക്കുന്നത്, ഇത് ടീച്ചർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, എയർ ഇൻസൈഡ് സോയിൽ ഓൾസോ. ഉണ്ണിക്കുട്ടൻ വാസ് സർപ്രൈസ്ഡ് അല്ലേ? അത് സർപ്രൈസ് ആയി. Unnikutan and Manikutti are preparing themselves for an experiment. So they were preparing themselves for what? They were preparing themselves for an experiment. Is there air inside the soil too? അപ്പോൾ അവർക്ക് എന്താ അറിയേണ്ടത്? മണ്ണിന്റെ ഉള്ളിലും എയർ ഉണ്ടോ, വായു ഉണ്ടോ മണ്ണിന്റെ ഉള്ളിലും? Do you also share Unnikutan's doubt? നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഡൗട്ട് ഉണ്ടാവാറുണ്ടോ? So let us do an experiment. If so, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്യാം. Air present inside the soil. വെള്ള എന്താ മണൽ എയർ ഉണ്ടോന്ന് ഒബ്സർവ് ചെയ്യുക. ഫിൽ എ ഗ്ലാസ് ഹാഫ് വിത്ത് വാട്ടർ. ഒരു ഗ്ലാസ് എടുക്കുക, അതിൽ പകുതിയോളം വെള്ളം നിറയ്ക്കുക. പുട്ട് 1 or 2 ഡ്രൈ മഡ് ബ്ലോക്സ് ഇൻ ടു വാട്ടർ ഇൻ ദ ഗ്ലാസ്. അപ്പൊ അതിലേക്ക് നമ്മൾ എന്താ ഇടേണ്ടത്? 1 or 2 മൺകട്ടകളില്ലേ, അത് അതിന്റെ ഉള്ളിലിടുക. ഡോണ്ട് യു സീ ബബിൾസ് കമ്മിങ് ഫ്രം? അപ്പൊ നിങ്ങൾ കാണുന്നില്ലേ അതിൽ നിന്ന് ബബിള് വരുന്നത്? നമ്മൾ ആ മണ്ണ് ഇട്ടപ്പോഴേക്കും അത് വലിച്ചെടുക്കുക, വെള്ളം വലിച്ചെടുക്കുക. അപ്പൊ അതിൽ നിന്ന് ബബിള് വരുന്നത് കാണാം. Where do these bubbles come from? എവിടെ നിന്നാണ് ഈ ബബിൾസ് വരുന്നത്? Write down the experiment note in the environment diary. അപ്പൊ ഈ ഇതിന്റെ എക്സ്പെരിമെന്റ് നിങ്ങൾ നിങ്ങളുടെ എൻവയോൺമെന്റ് ഡയറി ഇല്ലേ, നമ്മൾ ഓരോ ആൽബം ഒക്കെ ക്രിയേറ്റ് ചെയ്ത ഡയറി, യു ഷുഡ് റൈറ്റ് ഇൻ ദാറ്റ്. ഓക്കെ. എയർ ഈസ് പ്രസന്റ് ഇൻ മഡ് ബ്ലോക്സ് ടു. എയർ ഏതിലൂടെ പ്രസന്റ് ആണ്? മൺകട്ടകളിലൂടെ പ്രസന്റ് ആണ്. When the mud blocks falls into water, water percolates into it. അല്ലേ? When the mud blocks, മഡ് മണൽക്കട്ടകള് വെള്ളത്തിലേക്ക് വീഴുമ്പോ വെള്ളം അതിലേക്ക് ഊർന്ന് ഇറങ്ങുകയാണ്. Percolates. As a result, the air in the mud block does not have space to remain there. കുറെ കഴിഞ്ഞപ്പോ എന്തായി? വെള്ളമൊക്കെ അത് കുടിച്ചെടുത്തപ്പോ പിന്നെ no have the capacity to air. പിന്നെ എയർ അതിലേക്ക് കേറണില്ല. It comes out in the form of bubbles. അപ്പൊ അങ്ങനെയുള്ളപ്പോഴാണ് എന്ത് ബബിൾസ് ആയിട്ട് ഫോം ചെയ്യണത്. Isn't your doubt cleared now? ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ഒക്കെ ക്ലിയർ ആയില്ലേ? Place a straw inside the water in a glass. അപ്പൊ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. എന്താ ചെയ്യാം? ഒരു ഗ്ലാസ് എടുക്കുക, അതിലേക്ക് കുറച്ച് വെള്ളം നിറച്ചിട്ട് ഒരു സ്ട്രോ വെക്കുക. ബ്ലോ ത്രൂ ഇറ്റ്, ഒന്ന് ഊതുക അതിലേക്ക്. ഡോണ്ട് ബബിൾസ് റൈസ് അപ്വേർഡ്. അപ്പൊ നമുക്ക് എന്താ കാണാൻ കഴിയുക? ആ സ്ട്രോയിൽ നിന്ന് ബബിൾസ് മുകളിലേക്ക് വരുന്നതായിട്ട് കാണാം. Mother, look, all the plants in our vegetable garden are going to fall. നമ്മുടെ ചുറ്റുമുള്ള ഈ വെജിറ്റബിൾ ഗാർഡനിലെ പച്ചക്കറി തോട്ടത്തിലെ ചെടികളൊക്കെ വീഴാൻ പോവുകയാണല്ലോ. The soil beneath the plants has been washed away. ഈ അതിന്റെ ചുറ്റുമുള്ള മണ്ണൊക്കെ ഒലിച്ചു പോയിരിക്കുന്നു. All the roots can be seen. ഒലിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ അതിൽ കാണുക? Roots can be, വേരുകൾ കാണാൻ പറ്റും. മണിക്കുട്ടി expressed her grief. അവൾക്ക് നല്ല വിഷമായി ഇത് കണ്ടപ്പോ അല്ലെ? So heavy was the rain last night. ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് മേൽമണ്ണൊക്കെ ഒലിച്ചു പോയത്. The top soil must have been washed away. Mother joined Manikutti. മണിക്കുട്ടിയുടെ ഒപ്പം അമ്മയും ചേർത്ത് പറഞ്ഞു. Mother, what is the problem if the top soil is washed away? ഉണ്ണിക്കുട്ടൻ came forward with his doubt. ഉണ്ണിക്കുട്ടൻ ഒരു ഡൗട്ട്. Mother, അമ്മേ, ഈ മേൽമണ്ണൊക്കെ ഒലിച്ചു പോയി കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം? Is there any problem? How can the plants turn firmly if the soil is washed away? അതായത് പ്ലാന്റിന് എങ്ങനെയാണ് നല്ല ഉറപ്പോടുകൂടി മണ്ണിൽ ഇരിക്കാൻ പറ്റുക? മേൽമണ്ണൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉറപ്പോടുകൂടി അത് ഇരിക്കും? അതല്ലേ ഇത് ചെരിഞ്ഞു കിടക്കുന്നത്. It is the fertile soil that is required for the growth of the plant. അപ്പോൾ മണ്ണിന് ആവശ്യമായത് എന്താ? ചെടികൾക്ക് ആവശ്യമായത് എന്താണ്? വളക്കൂറുള്ള മണ്ണാണ് മേൽമണ്ണ് അല്ലെ? ആ മണ്ണ് ഒലിച്ചു പോയി കഴിഞ്ഞാൽ എന്താ റിക്വയർഡ് ഫോർ അത് ഗ്രോത്തിനെ തന്നെ അഫക്ട് ചെയ്യും. His mother explained. അമ്മയാണ് ഇത് പറഞ്ഞു കൊടുത്തത്. That's right, mother. Our teacher has taught us this too. മണിക്കുട്ടി replied. മണിക്കുട്ടിക്ക് അപ്പോഴാ ഓർമ്മ വന്ന് അവള് പറഞ്ഞു, കറക്റ്റ് ആണ് അമ്മേ, ഇത് ഞങ്ങളുടെ ടീച്ചറെ പഠിപ്പിച്ചിട്ടുണ്ട്. Then prevention of soil erosion. മണ്ണൊലിപ്പൊക്കെ എങ്ങനെ നമുക്ക് തടയാൻ പറ്റുക? ഈ മണ്ണൊലിപ്പിലൂടെയാണ് ഈ വൃക്ഷങ്ങളൊക്കെ കൊഴിഞ്ഞു പോണതൊക്കെ കാണാറ് അല്ലെ? What are the harmful effects of soil erosion? That is മണ്ണൊലിപ്പ് എങ്ങനെ ടോപ്പ് സോയിൽ
ഹാംഫുൾ എഫക്ട്സ് ആ ചോദിച്ചിരിക്കുന്നത്. അതായത് അതുകൊണ്ട് ദോഷങ്ങൾ എന്തൊക്കെയാ ഉണ്ടാവുന്നതെന്നാണ് ചോദിക്കണം. ഹൗ ക്യാൻ വി പ്രിവെന്റ്, എങ്ങനെ നമുക്ക് അതിനെ സംരക്ഷിക്കാൻ പറ്റുക? മരങ്ങൾ ധാരാളമായി വെച്ചുപിടിപ്പിക്കുക അല്ലെ. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ മെത്തേഡ്സ് ആർ ദർ, പല തരത്തിലുള്ള അഗ്രികൾച്ചർ മെത്തേഡ് ഉണ്ട്, അതൊക്കെ നമ്മൾ തുടർന്ന് പഠിക്കുന്നുണ്ട്. ടോപ്പ് സോയിൽ ഹാർംഫുൾ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ മേൽമണ്ണ് ഇളകിപ്പോവും. പിന്നെ അഗ്രികൾച്ചർ, കൃഷി തന്നെ നശിച്ചു പോവില്ലേ? മേൽമണ്ണൊക്കെ ഇളകിപ്പോയാൽ അതിന്റെ വളക്കൂറുള്ള മണ്ണൊക്കെ പോയി കഴിഞ്ഞാൽ കൃഷി നടക്കുവോ? ഇല്ല, അതൊക്കെ നശിച്ചു പോകും. ഡ്യൂറിംഗ് ദ റെയിനി സീസൺ ദ സോയിൽ ഫ്രം അവർ യാർഡ്സ് ആൻഡ് പ്രിമൈസസ് ഈസ് ഓഫൺ വാഷ്ഡ് അവേ. നമ്മുടെ പറമ്പിലുള്ള, നല്ല മഴക്കാലത്ത് നമ്മുടെ പറമ്പിലുള്ള മണ്ണും എല്ലാം ഒലിച്ചു പോകാറുണ്ട്. സോയിൽ ഇറോഷൻ ഈസ് ഗ്രേറ്റർ ഓൺ സ്ലാൻഡിംഗ് ലാൻഡ് സർഫേസ് അല്ലെ. ഇങ്ങനെ കുത്തനെ ചെരിവുള്ള ഇതിൽ നിന്നാണ് എന്ത് മണ്ണൊലിപ്പ് സംഭവിക്കാറ്. All the factors that are required for the growth of the plants are present in our topsoil. So what are the factors? Factors means which are essential, that is the nutrients essential for the plants. It has been seen on the topmost part, isn't it? അതായത് പ്ലാന്റ്സിന് ആവശ്യമായ ഗ്രോത്ത് ഫാക്ടേഴ്സ്, ആവശ്യമായ വളക്കൂറുകൾ എല്ലാം എവിടെ ഉണ്ടാവുക? ടോപ്പ്, മുകളിലത്തെ സോയിലാണ് ഉണ്ടാവുക, മണ്ണിൽ. The soil erosion lead to the destruction of the plants. അങ്ങനെയാണ് മണ്ണൊലിപ്പ് എന്തിന്? ചെടികൾക്ക് നാശം സംഭവിക്കാറ്. If this is so, shouldn't soil erosion be prevented? Why not try an experiment? അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സോയിൽ ഇറോഷൻ പ്രിവെന്റ് ചെയ്യണ്ടേ അല്ലേ? അപ്പൊ അതിന് അടുത്തൊരു ഇതൊക്കെ, so in order to understand it deeply they are doing the experiment. നന്നായി മനസ്സിലാക്കാനാണ് അവരിത് എക്സ്പെരിമെന്റ് ചെയ്യണത്. എന്താ എക്സ്പെരിമെന്റ്? എന്താ? ഫിക്സ് ഗ്രാസ് സ്റ്റോക്സ് ഓൺ വൺ ഹാഫ് ഓഫ് ദ, സോ ദേ ആർ പ്രിപ്പയറിംഗ് എ മഡ് മൗണ്ട് അല്ലെ, മണ്ണിന്റെ ഒരു ചെറിയ കൂന ഉണ്ടാക്കുക അവര്. അതിനുശേഷം എന്താ ചെയ്തത്? grass stalks one side, so they have divided into two sides. On one side they are fixing the grass stalk, പുൽമെത്ത പോലെ ഉണ്ടാക്കുക ഒരു സൈഡ്, ഒരു ഹാഫില്. make many holes at the bottom of the metal vessel. അപ്പൊ ഒരു വെസൽ എടുത്തു, എന്നിട്ട് അതിന് എന്താ ചെയ്ത്? കുറെ ഹോൾസ് ഉണ്ടാക്കി അതിലേക്ക് പിന്നെ വെള്ളം ഒഴിക്കുകയാണ്. ഓവർ ദ മഡ് മൗണ്ട് ത്രൂ ഇറ്റ്. അതിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? soil in the portion where grass stalks are fixed and that in the other portion. The root of grass and plants prevent soil erosion by holding. അതായത് ഈ പുല്ലും ചെടികളും ഉള്ള ഭാഗത്തുള്ള സോയിൽ ഉണ്ടല്ലോ, മണ്ണുണ്ടല്ലോ, അവര് ഫിക്സ് ആയിരിക്കും. കാരണം എന്താ? a lot of soil on the other side. കാരണം എന്താ? അതില് പുല്ലും ചെടികളൊക്കെ ഉള്ളത് കൊണ്ട് വെള്ളം ഒലിച്ചപ്പോഴും മണ്ണൊന്നും ഒലിച്ചു പോയില്ല. because on the top it is the grass and plants. Whereas on the other side, മറ്റേ സൈഡിൽ വേറെ ഒന്നുമില്ല. അപ്പൊ so the soil will automatically washed away അല്ലെ, വെള്ളത്തിലൂടെ ഒലിച്ചു പോകും. Much of the soil is washed out. ധാരാളം മണ്ണ് ഒലിച്ചു പോകും. like during the rainy season, മഴക്കാലത്ത്. haven't you seen hill slopes cut into different levels for farming? അതായത് നമ്മൾ ചില സ്ഥലത്ത് ഈ നല്ല മലപ്രദേശത്തൊക്കെ നമ്മൾ എന്താ കാണാറ്? തട്ടായിട്ടുള്ള കൃഷി രീതി അല്ലെ, തട്ടായിട്ടുള്ള കൃഷി രീതിയാ കാണാറ്. This not only enables rainwater to seep into the soil but also prevents soil erosion. അപ്പൊ എന്തുകൊണ്ടാണ് ഈ തട്ടായിട്ടുള്ള കൃഷി രീതി അവർ ചെയ്യുന്നത്? For what? തട്ടായിരിക്കുമ്പോ മണ്ണ് ഒലിച്ചു പോവില്ല. പിന്നെന്താ ഉണ്ടാവുക? മണ്ണ് മാക്സിമം വെള്ളം മാക്സിമം മണ്ണിലേക്ക് ഊർന്നിറങ്ങും. ഓക്കെ. Falls over the open land, the soil loosens and it gets washed away. അല്ലെ, ഓപ്പൺ ലാൻഡ് ആവുമ്പോ മണ്ണ് ഒലിച്ചു പോകും. This sort of erosion can be prevented and by planting. അതായത് ഇത് എങ്ങനെ പ്രിവെന്റ് ചെയ്യുക? By planting trees and grass. പുല്ലും മരവും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നമുക്കിത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. The roots of trees, plants, grass, etc. grow into the soil and prevent the washing away of the soil. അല്ലെ, അതായത് റൂട്ട്സ് ഏതൊക്കെയാ ഇത് പ്രിവെന്റ് ചെയ്യണത്? എങ്ങനെയാ? റൂട്ട്സ് ഓഫ് മരങ്ങളുടെയും ചെടികളുടെയും പുല്ലിന്റെയൊക്കെ വേരുകൾ ഉണ്ടല്ലോ, അവരാണ് ഈ മണ്ണൊലിപ്പ് പ്രിവെന്റ് ചെയ്യണത്. Look, our father has come. ഉണ്ണിക്കുട്ടൻ ran to him and took the pocket. അപ്പൊ ഉണ്ണിക്കുട്ടൻ ഓടിപ്പോയി, അച്ഛൻ വന്നപ്പോ ഓടിപ്പോയി. എന്നിട്ട് അച്ഛന്റെ കയ്യിൽ എന്താ ഉണ്ടായിരുന്ന? packet of biscuit. biscuits പറയാ. he opened the packet and started eating. അവൻ വേഗം ആ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ബിസ്ക്കറ്റ് കഴിക്കാൻ തുടങ്ങി. did not forget to give മണിക്കുട്ടി. അപ്പൊ അച്ഛൻ പറയാ മണിക്കുട്ടിക്ക് കൂടെ കൊടുക്കണം കേട്ടോ. he threw away it over to the yard. അപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്? എല്ലാ കുട്ടികളും ചെയ്യണ പോലെ പ്ലാസ്റ്റിക് വേഗം പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞു. dear child, don't throw the plastic cover to the yard. ആ പ്ലാസ്റ്റിക് കവർ പറമ്പിലേക്ക് വലിച്ചെറിയരുത്. it is harmful if it is left there. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പ്ലാസ്റ്റിക് എവിടെയാണോ നമ്മൾ വലിച്ചെറിഞ്ഞ് അവിടെ തന്നെ അത് എത്ര കാലം ചെന്നാലും ഡീക്കേ ആവാതെ അവിടെ ഇരിക്കും. why? what is the problem? ഉണ്ണിക്കുട്ടൻ had a doubt again. അപ്പൊ ഉണ്ണിക്കുട്ടന് പിന്നെയും ഡൗട്ടായി. എന്താ ഡൗട്ട്? പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞത് കൊണ്ട് എന്താ സംഭവിക്കുക? do you act like this? നിങ്ങൾക്കും ഇങ്ങനെ സംഭവിക്കാറുണ്ടോ?
What will happen if this is stopped? ഇങ്ങനെ ഇട്ടത് കൊണ്ട് എന്താ സംഭവിക്കുക? Do not pollute soil. Let us try an activity. So they are trying one more activity. എന്ത് activity അവർ ചെയ്യണേ? Take 2 pits in the soil premises. അതായത് 2 കുഴി എടുക്കുക. സ്കൂളില് ഇതില്ലേ ഗ്രൗണ്ട് കോർണർ ആയിട്ട് 2 കുഴി എടുക്കുക. Put plastic. അപ്പൊ ഒരു കുഴിയിൽ നമ്മൾ എന്താ ഇടണത്? Plastic bottles, പാക്കറ്റുകൾ, polyester cloth pieces, glass piece, thermocol. അല്ലേ? മണ്ണിൽ അലിഞ്ഞു ചേരാത്ത സംഭവങ്ങളാണ് ഇതൊക്കെ. പ്ലാസ്റ്റിക് ബോട്ടിൽ, പാക്കറ്റ്, പോളിയസ്റ്റർ ക്ലോത്ത്, പിന്നെ ഗ്ലാസ് പീസ്, തെർമോക്കോൾ. ദെൻ ക്ലോസ് ഇറ്റ്. അപ്പൊ ഇത് വിട്ട ശേഷം നമ്മൾ അത് ക്ലോസ് ചെയ്യണം. മണ്ണ് മൂടുകയാണ്. 1 pit and bury it under the soil. പുട്ട്. ഇനി അടുത്തതിൽ നമ്മൾ എന്താ ഇടാൻ പോകുന്നത്? ഗ്രീൻ ലീവ്സ്, പച്ചിലകള്, വെജിറ്റബിൾ വേസ്റ്റ് അല്ലെ, പച്ചക്കറി വേസ്റ്റ്. ദെൻ ന്യൂസ് പേപ്പർ പീസസ്, ന്യൂസ് പേപ്പറിന്റെ പീസുകളൊക്കെ അതിൻ്റെ ഉള്ളിലിടും. സെക്കൻഡ് pit and bury them with. അതിനെ മൂടുക, മണ്ണിട്ട് മൂടുക. After a few days, remove the mud and examine both pits. കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ അത് തുറന്നു നോക്കുക. What difference is seen? എന്ത് മാറ്റാൻ നമ്മൾ അതിൽ കാണുക? The object dumped in the first pit remained without decomposing in the soil. അല്ലേ? This can be understood by the students that plastic will not decompose at all. പ്ലാസ്റ്റിക് പെട്ടെന്ന് ഡികമ്പോസ് ചെയ്യില്ല. അപ്പൊ ഫസ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ അവർക്ക് അത് മനസ്സിലായി. The objects will not undergo any change. Accumulate. Think of the possible harm if such objects accumulate. Then none of the objects dumped in the second pit. അപ്പൊ രണ്ടാമത്തത് തുറന്നു നോക്കിയപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി കുട്ടികള്. എന്താ രണ്ടാമത്തേൽ അവർ കണ്ട്? ഒന്നും കണ്ടില്ല. കാരണം എന്താ? അതൊക്കെ വളമായിട്ട് മണ്ണിൽ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞു. See what we have kept in the second one is a green leaves, vegetable waste, newspaper pieces that has been decomposed in the soil. This helps agriculture and the growth. ഇത് എന്തിനൊക്കെ സഹായിക്കുക? കൃഷിയെ സഹായിക്കും, ചെടികൾ വളരാനും. What we can do is to reduce the use of objects. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? മാക്സിമം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക. Soil and prevent depositing them in the. എന്നിട്ട് എന്താ? അത് മണ്ണിലേക്ക് ഇടണത് പ്രിവെന്റ് ചെയ്യുക. അല്ലെ? നമ്മുടെ വീടുകളിലൊക്കെ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ വരില്ലേ? അവരെ ഏൽപ്പിക്കുക ഇത്. They will recycling process അവര് ചെയ്തോളും. What the pen says. പേന എന്താ നമ്മളോട് പറയുന്നത്? Friends, all of you know me. ഫ്രണ്ട്സിനോട് പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയില്ലേ? I am made of plastic. ഞാൻ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതാ. Most of the people use me. എല്ലാ ആൾക്കാരും എന്നെ ഉപയോഗിക്കാറുണ്ട്. And after use me and after use. I am usually thrown away. So after use it is being thrown away. അല്ലേ? നമ്മൾ വലിച്ചെറിയാറുണ്ട് പേനകൾ. Suppose every school child in Kerala. അപ്പൊ കേരളത്തിലെ ഓരോ കുട്ടികളും ഇതുപോലെ പ്ലാസ്റ്റിക് പേന ഓരോ മാസം ഉപയോഗിക്കുകയാണ്. അപ്പൊ വർഷത്തിൽ 12 പേന. അപ്പൊ എന്താ സംഭവിക്കുക? Just imagine the number discarded in a year by 40 lakh. 40 ലക്ഷത്തോളം കുട്ടികൾ ഇത് എന്നെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ, പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നൊന്ന് ആലോചിക്കുക. ഭയാനകം അല്ലേ? The next picture is a description about a lady coming, that is flower pot vendor. മൺപാത്രം വിൽക്കാൻ വരുന്നവരെയാണ് ഫ്ലവർ പോട്ട് വെൻഡർ എന്ന് പറയുന്നത്. Came at the doorstep. അതിന്റെ അരികിൽ വന്നു. They were pots in the different kinds in the basket. പലതരത്തിലുള്ള മൺപാത്രങ്ങൾ അവരുടെ ആ കൊട്ടയിൽ ഉണ്ടായിരുന്നു. What a mud, that is mother is saying she want a mud pan to make fish curry. മീൻകറി ഉണ്ടാക്കാൻ എനിക്കൊരു ചീനച്ചട്ടി വേണം. Then mother came to the yard. I need a flower pot to plant a rose. അപ്പൊ മണിക്കുട്ടിക്ക് ഒരു ആഗ്രഹം, റോസ് ചെടി വെക്കാൻ എനിക്കൊരു ഫ്ലവർ പോട്ട് വേണം. അപ്പൊ ഉണ്ണിക്കുട്ടൻ വിട്ടുകൊടുക്കുവോ? ഇല്ല. അപ്പൊ ഉണ്ണിക്കുട്ടൻ എന്താ പറയണ? I too need a small flower. എനിക്കും വേണം ഒരു പൂച്ചട്ടി. What is the price of a flower pot? ഈ പൂച്ചട്ടിയുടെ വില എന്താ? അച്ഛൻ ചോദിക്കുക. It's only 70 rupees, sir. 70 രൂപയുള്ളൂ സാറേ ഇതിന്. Oh, that's too much. അച്ഛൻ പറയുക, ഇത് കൂടുതലാണല്ലോ. Sir, mud is not available now. You know how difficult it is to make this with mud. ഇല്ലേ? മണ്ണൊന്നും ഇപ്പൊ കളിമണ്ണൊന്നും ഇപ്പൊ കിട്ടാനില്ല. പിന്നെ ഇത് ഉണ്ടാക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ സാർക്ക് അറിയാവുന്നതല്ലേ? After buying the required number of pots, ഉണ്ണിക്കുട്ടൻ stood there with another doubt. അപ്പോഴാണ് ഉണ്ണിക്കുട്ടന് പൈസയൊക്കെ അച്ഛൻ കൊടുത്തു. അതിനുശേഷം ഉണ്ണിക്കുട്ടന് പിന്നെ ഒരു ഡൗട്ട് തോന്നി. What is that doubt? Are these pots made of mud? മണ്ണ് ഉപയോഗിച്ചാണോ ഈ പോട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത്? Mud in different forms. What are the products made of mud? അപ്പൊ here are some products given. അല്ലെ? ഇതിൽ കുറച്ച് പ്രോഡക്ട്സ് തന്നിട്ടുണ്ട്. അപ്പോ അത് ഏതൊക്കെയാണ് മണ്ണ് ഉപയോഗിച്ച് ഉണ്ടാക്കിയത് എന്നുള്ളത് നമ്മൾ ഈ കോളത്തിൽ രേഖപ്പെടുത്തണം. ഓക്കെ. What other objects made up of mud have you seen? Several products like barney, fire stove, floor, tile, curios and toys are made up of mud. All kinds of mud are not used for making such objects. അല്ലേ? അപ്പൊ മണ്ണ് കൊണ്ട്
പണിത ചില ഇതാണ് നമ്മൾ കണ്ടത്. എന്തൊക്കെയാ അത്? ഭരണിയുണ്ട്, പിന്നെ ഫയർ സ്റ്റൗ, ഫ്ലോർ ടൈൽ, ക്യൂരിയോസ്, and toys are made up of mud. Which are they? This is the bharani. See, here is the bharani. Then what? Pot is seen, fire stove. അല്ലേ, മണ്ണ് കൊണ്ടുണ്ടാക്കിയ അടുപ്പ്, പിന്നെ ടൈൽസ്, ഓട്, പിന്നെന്താ ഇഷ്ടിക, പിന്നെ ഒരു ബക്കറ്റ്, ഇതൊക്കെയല്ലേ നമ്മൾ കണ്ടത്. All kinds of mud are not used for making such objects. അതായത് എല്ലാ തരത്തിലുള്ള മണ്ണൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ. Sticky hard clay is used for this. അതായത് എന്താ നമ്മൾ ഉപയോഗിക്കേണ്ടത്? കളിമണ്ണ് അല്ലെ, കുഴച്ച ഹാർഡ് ആയിട്ടുള്ള കളിമണ്ണാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കാറ്. Objects of different shape are made out of clay, thoroughly mixed with sufficient water. ഇത് കുറെ വെള്ളത്തിലൊക്കെ നല്ലോണം മിക്സ് ചെയ്തിട്ടാണ് പിന്നെന്ത് ഷേപ്പ് ആക്കി എടുക്കുന്നത്. Then they are dried and baked in a fire. പിന്നെ എന്താ നമ്മൾ ചെയ്യാറ്? അതിനെ നല്ല ഉണക്കാൻ വെക്കും തീയില് അല്ലെ, and baked in fire. Is there a pottery unit in your locality? നിങ്ങളുടെ അടുത്തെങ്ങാനും ഒരു മൺപാത്ര നിർമ്മാണശാല ഉണ്ടോ? എന്നാൽ എന്താ ചെയ്യേണ്ടത്? അത് വിസിറ്റ് ചെയ്തിട്ട് അവര് എങ്ങനെയുള്ള കളിമണ്ണാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാ മെത്തേഡ് അവർ ഉപയോഗിക്കുന്നത്, how it is made, record your observation. ഇതൊക്കെ നമ്മൾ എവിടെയാ രേഖപ്പെടുത്തേണ്ടത്? അവർ എൻവയോൺമെന്റ് ഡയറിയിലാണ് രേഖപ്പെടുത്തേണ്ടത്. Making structures with mud. മണ്ണ് ഉപയോഗിച്ച് പലതരം സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുക നമ്മൾ. Dear friends, try to make different shapes and toys you like. മണ്ണ് ഉപയോഗിച്ച് പലതരം കളിപ്പാട്ടങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. സ്റ്റിക്കി മഡ്, കളിമണ്ണ് ഉപയോഗിച്ചിട്ട്. എവിടെന്നാ? പാടത്തുനിന്ന്. Let us familiarize ourselves with an interesting construction method. നമ്മൾ തന്നെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയാലോ? വീട് പോലത്തെയൊക്കെ കൺസ്ട്രക്ഷൻ അല്ലേ, യൂസിങ് അവർ ഓൺ ബ്രിക്സ്, നമ്മൾ ഉണ്ടാക്കിയ ചെങ്കല്ല് ഉപയോഗിച്ചിട്ട്. എങ്ങനെയാ അത്? കളിമണ്ണ് ഉപയോഗിച്ചിട്ട്. empty match box, അതായത് ഒഴിഞ്ഞ മാച്ച് ബോക്സ് ഇല്ലേ, അതെടുക്കുക. Fill this match box with the mud made into fine paste. That is, after making the mud into, ഈ കളിമണ്ണ് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഈ തീപ്പെട്ടിയുടെ ബോക്സിൽ നിറയ്ക്കുക. After that, allow it to dry. സണ്ണിന്റെ ചോട്ടിൽ ഡ്രൈ ചെയ്യിപ്പിക്കുക. Then you will get small mud blocks. Give different colors. അതിനുശേഷം എന്താ? അതിന് ഡിഫറെന്റ് കളർ കൊടുക്കുക. Using water color, you can make many interesting structure. അപ്പോൾ നമുക്ക് കുറെ തരത്തിലുള്ള ഷേപ്പും സ്ട്രക്ചേഴ്സും ഉണ്ടാക്കാം. If there is no soil, മണ്ണില്ലെങ്കിൽ എന്താ സംഭവിക്കുക? Plants from grass to huge trees and animals from microorganisms to giant creatures depend on soil. അപ്പൊ ഇവരൊക്കെ ഈ എല്ലാ ജീവജാലങ്ങളും എന്ത് മണ്ണിൽ എന്താ? For their existence, for their survival അല്ലെ, അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പ്ലാന്റും ഗ്രാസും വലിയ മരങ്ങളും അനിമൽസും മൈക്രോ ഓർഗാനിസം ചെറിയ ജീവികൾ, even including human beings. But we depend on animals for and plants for their livelihood. അല്ലെ, നമ്മൾ in turn ഡിപ്പെൻഡ് ചെയ്യണത് അനിമൽസിനെയും പ്ലാന്റ്സും. We also need soil. നമുക്കും soil ആവശ്യമാണ്. If there is no soil, the existence of all organisms including humans will be. അതായത് മണ്ണില്ലെങ്കിൽ നമ്മുടെ കാര്യം പോലും എന്താ കഷ്ടത്തിലാവും. അപ്പൊ നമ്മുടെ ചുമതലയാണ് ഈ മണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. It is our responsibility to protect the soil. No soil, no life. മണ്ണില്ലെങ്കിൽ എന്താണ്? ജീവിതവും ഇല്ല. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാ പഠിച്ചത്? Identify the presence of, മണ്ണിൽ ഉള്ള കുറെ മൈക്രോ ഓർഗാനിസം അല്ലെ, ലോട്ട് ഓഫ് മൈന്യൂട്ട് ഓർഗാനിസംസ് ആൻഡ് പ്ലാന്റ്സ്, ചെടികളും ചെറിയ ജീവികളും മണ്ണിലുള്ളത് നമ്മൾ പഠിച്ചു. Explain the concept that soil is formed by the breaking of stones and rocks. അപ്പൊ സോയിൽ എങ്ങനെയാ ഉണ്ടായത് എന്നതിനെ കുറിച്ചും പഠിച്ചു. Compare different types, പലതരത്തിലുള്ള സോയിൽ ഏതൊക്കെയാ? സാൻഡി, ക്ലേ, റെഡ് സോയിൽ, അത് തമ്മിലുള്ള സാമ്യം വ്യത്യാസം ഒക്കെ പഠിച്ചു. Identify and explain the color of soil and its capacity to hold water. Identify and explain the color, അതായത് മണ്ണിന്റെ കളർ, അത് എത്രമാത്രം വെള്ളം ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. Carry out precisely, accurately experiment. കുറെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തില്ലേ, എത്രമാത്രം വെള്ളം മണ്ണിൽ നിന്ന് ഊർന്ന് ഇറങ്ങുന്നു എന്നുള്ള എക്സ്പെരിമെന്റ്സ് ഒക്കെ നമ്മൾ ചെയ്തു. Identify the reason for soil erosion and suggest. എന്നിട്ട് മണ്ണൊലിപ്പിനുള്ള റീസണും അതിനുള്ള പ്രതിനിധിയും നമ്മൾ കണ്ടുപിടിച്ചു. Identify some situation that pollute soil, suggest remedies and execute them. അപ്പൊ ഈ മണ്ണൊലിപ്പ് തടയാനുള്ള പ്രതിനിധികളൊക്കെ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കി അല്ലേ. That should be applied practical. Make different structures using clay. പിന്നെന്താ ലാസ്റ്റ് നമ്മൾ എന്താ ഉണ്ടാക്കിയത്? നമ്മളുടേതായിട്ടുള്ള കുറച്ച് കളിമൺ കട്ടകൾ ഉണ്ടാക്കി. Which among the following is a place responsible for soil erosion? അതായത് സോയിൽ ഇറോഷന് is a place possible for, ഏത് പ്ലേസിലാണ് സോയിൽ ഇറോഷൻ ഉണ്ടാവുക? Place with grass and trees, അതായത് പുല്ലും മരങ്ങളുള്ള ഏരിയ ആണോ? ഇനി നെക്സ്റ്റ്, ഹിൽ സ്ലോപ്സ് കട്ട് ഇൻ ടു ഡിഫറെന്റ് ലെവൽ.
ഹിൽ സ്ലോപ്പ് കട്ട് ഡിഫറെന്റ് ലെവലായിട്ട് കട്ട് ചെയ്ത ഏരിയ ആണോ? ഇല്ല. അവിടെയൊക്കെ വെള്ളം നിർത്താനുള്ള കപ്പാസിറ്റി അതിനുണ്ട്. പിന്നെ ഏതാ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ലാൻഡ് ആണോ? അല്ല. സ്ലോപ്പിംഗ് ലാൻഡ് വിത്തൗട്ട് എനി പ്ലാന്റ്സ് അല്ലെ. സ്ലോപ്പിംഗ് ലാൻഡ് ചെടികളൊന്നും ഇല്ലാത്ത സ്ലോപ്പ് ആയിട്ടുള്ള ഏരിയയിലാണ് നമ്മളിത് കാണുക. വിച്ച് ഇസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സോയിൽ ഫോർ പ്ലാന്റ്സ്? പൊടിഞ്ഞ മണൽ തരികളും പിന്നെ പൊടിഞ്ഞ മണ്ണ് കല്ലും ഇതൊക്കെ ഉള്ളത് മണൽ തരികള് അതൊക്കെയാണോ? Then what is the top soil of a place with the plants? You can see D. Soil taken out from the നല്ല ആഴത്തിലുള്ള മണ്ണ് എടുത്തതാണോ? അല്ല. ഏതാ കറക്റ്റ് ആൻസർ ഏതാ? C. That is the top soil of a place with the plants. Okay. Which of the objects mentioned below pollute soil? ഏതൊക്കെയാ പൊല്യൂട്ട് ചെയ്യുക? ബോൾ പെന്ന് പൊല്യൂട്ട് ചെയ്യും. പിന്നെ പോളിസ്റ്റർ ക്ലോത്ത്, പ്ലാസ്റ്റിക് പാക്കറ്റ് അല്ലെ, കോട്ടൺ ക്ലോത്ത് ഇതൊക്കെ പൊല്യൂട്ട് ചെയ്യും. പിന്നെ പൊല്യൂട്ട് ചെയ്യാത്തത് ബോട്ടിൽസ് പൊല്യൂട്ട് ചെയ്യും. പിന്നെ ഏതൊക്കെയാ? പിന്നെ ഒന്നും പൊല്യൂട്ട് ചെയ്യില്ല. നമ്മൾ കണ്ടതാ ലീവ്സ്, ന്യൂസ് പേപ്പർ, ഡീക്കേഡ് ഫ്രൂട്ട്സ് ഇതൊക്കെ മണ്ണിൽ അലിഞ്ഞു ചേർന്നു പോകും അല്ലെ. പ്രിപ്പയർ പോസ്റ്റർ സജസ്റ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് ടു അവോയ്ഡ് ഡെപ്പോസിറ്റിംഗ് പ്ലാസ്റ്റിക് പാക്കറ്റ്സ് ഇൻ സോയിൽ. അപ്പൊ നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കുക. നമ്മൾ ഈ പഠിച്ചില്ലേ പ്ലാസ്റ്റിക് മണ്ണിൽ ലയിച്ചു ചെയ്യില്ല, അത് കാലങ്ങളോളം മണ്ണിൽ തന്നെ ഉണ്ടാവും എന്നതിനെ കുറിച്ചുള്ള പോസ്റ്ററുകൾ ഉണ്ടാക്കി സ്കൂളിന്റെ കോമ്പൗണ്ടിൽ നമ്മൾ പ്രദർശിപ്പിക്കണം. ദെൻ പ്രിപ്പയർ എ നോട്ട് ആഫ്റ്റർ ഒബ്സർവിംഗ് റാൻസ്. ഉറുമ്പുകളെ ഒബ്സർവ് ചെയ്യുക. മണ്ണിലൂടെ അവരൊക്കെ എന്തൊക്കെയാ ചെയ്യുന്നത്, അവരെവിടെയാ പോയിട്ട് that is they will be making holes, no, and holes will be seen on the soil. Collect stone of different colors. പലതരത്തിലുള്ള കല്ല് ശേഖരിക്കുക. എന്നിട്ട് എന്താ ചെയ്യുക? അതിനെ സെപ്പറേറ്റ് ഗ്രൂപ്പ് ആക്കുക അല്ലെ. പലതരത്തിലുള്ള കല്ല് ശേഖരിച്ച് അതിനെ സെപ്പറേറ്റ് ഗ്രൂപ്പ് ആക്കുക. എന്നിട്ട് അതിനെന്താ ചെയ്യുക? നമ്മള് പൊടിക്കുക, സെപ്പറേറ്റ് ആയിട്ട് പൊടിക്കുക. എന്നിട്ട് അതിലൂടെ പലതരം ചിത്രങ്ങൾ, ഫ്ലവേഴ്സിന്റെയും അനിമൽസിന്റെയും ഒക്കെ ചിത്രം വരയ്ക്കുക ഇതുപയോഗിച്ച്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. അപ്പൊ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ മൈ എക്സ്പ്ലനേഷൻ, ഞാൻ ഈ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ഡു subscribe my channel. Okay, thank you.